ബിരിയാണിയിലായാലും ചിക്കൻ കറിയിലും ബീഫ് കറിയിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഗരം മസാലയുടെ റെസിപ്പിയായിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എന്തുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന മസാലയിലേക്കാളും ഒരുപാട് ഹെൽത്തി ആയിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഗരം മസാല, അതായത് നമ്മൾ സ്പൈസസ് ഒക്കെ ഉണക്കി പൊടിച്ചെടുക്കുന്നില്ല. അതുപോലെ നമ്മൾ കൂടുതൽ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഒരു വർഷം വരെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ കുറച്ച് കൂടുതലാട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോയാലോ. അതിനിടെ ആദ്യം തന്നെ ഞാൻ പട്ടയാട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിയിലാട്ടോ ഞാൻ പട്ട എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ജാതിക്കയാട്ടോ. ജാതിക്ക എപ്പോഴും നമ്മുടെ ദഹനത്തിന് നല്ലതാണ്. ജാതിക്കയും ജാതിപത്രിയും, അപ്പോൾ രണ്ടും ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിലാട്ടോ എടുക്കുന്നത്. അടുത്തതായിട്ട് എടുക്കുന്നത് തക്കോലമാട്ട, അതായത് സ്റ്റാർ എന്നാട്ടോ ഇതിനെ പറയുന്നത്. അത് ഈ ഒരു ക്വാണ്ടിറ്റിയിലാട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് കൂടുതൽ ഏലക്ക എടുത്തിട്ടുണ്ടേ. അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് ഗ്രാമ്പു ആട്ടോ. ഗ്രാമ്പു എപ്പോഴും നമുക്ക് കുറച്ച് മതി കേട്ടോ. ഗ്രാമ്പു ഒരുപാട് കൂടിയാൽ അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഗ്രാമ്പുവിൻ്റെ ഒരു കുത്ത് ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അടുത്തതാണ് സാജീരകം കേട്ടോ. നമുക്ക് ബിരിയാണിക്കൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ജീരകം കേട്ടോ. നമ്മൾ എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കാം എന്നുള്ളത് കേട്ടോ. ഇത്രയും സ്പൈസസ് ആട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുരുമുളകും വലിയ ജീരകം ചേർക്കാറില്ല. ഞാൻ കുരുമുളക് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വലിയ ജീരകം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിത് ചെയ്യുന്നത്, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് പൊടിച്ചത്. നമ്മളൊന്ന് ഇതിൻ്റെ വെള്ളത്തിൻ്റെ എന്ന് വെച്ചാൽ ഒരുപാട് ദിവസം യൂസ് ചെയ്യാനുള്ള കൊണ്ട് ഒന്ന് നമ്മൾ സാധാരണ ഒരു ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും, കേടാവാതെ ഒരുപാട് നാൾ ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയിൽ ചെറിയ ജാറിലിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, നമ്മൾ ഇത് ഏത് ജാറിലാണെന്ന് പൊടിച്ചെടുക്കുന്നത് വെച്ചാൽ അതിലൊരു വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവരുത്. വെയിൽ കൊള്ളിച്ച് ഉണക്കിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അത് ഞാനിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പോവാം കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവുകയെ. ഇനിയിപ്പോൾ അടുത്ത ദിവസം എൻ്റെ ഒരു പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.